ആണ്. അപ്പൊ എന്റെ വിശുദ്ധി യേശു ക്രിസ്തു വിശുദ്ധനായതുകൊണ്ട് ഞാൻ വിശുദ്ധനാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ ധാരാളം കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ആ കുറവുകളും കുറ്റങ്ങളും അങ്ങനെ തന്നെ കൊണ്ടുപോകാനായിട്ടല്ല അവന്റെ വിശുദ്ധി എന്റെ മേൽ പകർന്നിരിക്കുന്നത്. അതിനാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞേക്കുന്നത്, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പൊ ഞാൻ വിശുദ്ധനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യണം? ഇനി വേണ്ടാത്ത എന്റെ എല്ലാ സ്വഭാവങ്ങളും എന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നത് ഞാൻ കാണാൻ തുടങ്ങണം. ഇത്രയും നാളും എനിക്ക് കള്ളം പറഞ്ഞ് നടക്കാമായിരുന്നു, ഇത്രയും നാളും എനിക്ക് മോഷ്ടിച്ച് നടക്കാമായിരുന്നു, ഇത്രയും നാളും എനിക്ക് ദുർനടപ്പിലും അശുദ്ധിയിലും ജീവിക്കാമായിരുന്നു, ഇത്രയും നാളും എന്റേതായ വഴികളിൽ കൂടി കഞ്ചാവിനോ ചരസിനോ മദ്യപാനത്തിനോ ഏതെല്ലാം കാര്യത്തിന് വേണമെങ്കിലും എനിക്ക് പോകാമായിരുന്നു. പക്ഷേ ഞാൻ വിശുദ്ധനാണെന്ന് അറിഞ്ഞപ്പോൾ, ഞാൻ വിശുദ്ധിയുടെ വസ്ത്രമാണ് ധരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ, ഞാൻ സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിച്ചവനാണെന്ന് അറിഞ്ഞപ്പോൾ, ഇനി എനിക്ക് ആ ബിവറേജസിന്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കാൻ പറ്റില്ല. കാരണം എന്നാ? ഞാൻ ക്രിസ്തുവിനെ ധരിച്ചവനാ. ഇനി എനിക്ക് ആ ദുർനടപ്പിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്നാ? ഞാൻ ക്രിസ്തുവിനെ ധരിച്ചവനാ. ഇനി ഞാൻ എങ്ങനെ കർത്താവിന് ലോകാപവാദം വരുത്തുന്നത്? ഇനി ഞാൻ ഈ വേഷത്തോടുകൂടി ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത്. കാരണം ലോകം മുഴുവൻ അറിഞ്ഞു ഞാൻ